നമസ്കാരം. മണിമഹേഷ് തടാകത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ചമ്പ കൈലാഷ് എന്നും അറിയപ്പെടുന്ന 5653 മീറ്റർ, അതായത് 18547 അടി ഉയരമുള്ള മണിമഹേഷ് കൈലാസ് കൊടുമുടി സാക്ഷാൽ പരമശിവന്റെ വാസസ്ഥലമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നതാകുന്നു. ഇന്ത്യൻ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലെ ഭർമൂർ ഉപവിഭാഗത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിലെ 5 വ്യത്യസ്ത കൊടുമുടികളുടെ കൂട്ടത്തിൽ 5ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടി കൂടിയാണ് ഇത്. പഞ്ച് കൈലാഷ് അല്ലെങ്കിൽ 5 കൈലാസങ്ങൾ എന്ന പ്രത്യേക സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നതാകുന്നു. മറ്റൊന്ന് കൈലാസപർവ്വതം 1ാം സ്ഥാനത്തും ആദി കൈലാഷ് 2ാം സ്ഥാനത്തും ശിഖർ കൈലാസ് അതിനാൽ ഇതൊരു കന്യക കൊടുമുടിയായി തുടരുന്നു. നന്ദിനി പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ഇന്തോ ജപ്പനീസ് ടീം 1968 കൊടുമുടി കയറാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയുണ്ടായി. അവർക്കതിന് സാധിച്ചില്ല എന്ന് തന്നെ പറയാം. ഭക്തരുടെ അഭിപ്രായപ്രകാരം ഭഗവാന്റെ ഈ പർവ്വതം കീഴടക്കുവാൻ ആർക്കും സാധ്യമല്ല എന്ന കാര്യം നാം ഓർക്കണം എന്ന് തന്നെയാണ് ഭക്തർ പറയുന്നത്. കൊടുമുടിയുടെ ദൈവിക ശക്തിയാണ് സാക്ഷാൽ പരമശിവന്റെ ശക്തിയാലാണ് ഈ പരാജയത്തിന്റെ കാരണം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മണിമഹേഷ് തടാകത്തിന്റെ സമീപത്തു നിന്നും ഈ കൊടുമുടിയുടെ ദൃശ്യം പ്രകടം തന്നെയാകുന്നു. ശ്രീകണ്ഠ് മഹാദേവ് കൈലാഷ് 3ാം സ്ഥാനത്തും കിന്നാർ കൈലാഷ് പ്രാധാന്യത്തിന്റെ കാര്യത്തിൽ 4ാം സ്ഥാനത്തും ബുദിൽ താഴ്വരയിലെ ഭാർമോറിൽ നിന്നും 26 കിലോമീറ്റർ 16 മൈൽ അകലെയാണ് കൊടുമുടി. ഹിമാചൽ പ്രദേശിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. 3950 മീറ്റർ, അതായത് 12960 അടി ഉയരമുള്ള കൈലാഷ് കൊടുമുടിയുടെ അടിത്തട്ടിലാണ് മണിമഹേഷ് തടാകം. ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും ഈ പ്രദേശത്തിലെ ഗഡ്ഡി ഗോത്രക്കാർ ഇത് ആരാധിക്കുന്നതുമാകുന്നു. കൂടാതെ ബഡോൺ മാസത്തിലെ അമാവാസിയുടെ 8ാം ദിവസം തടാകത്തിന്റെ പരിസരത്ത് ആയിരക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒരു മേളയും നടക്കുന്നതാകുന്നു. മണിമഹേഷ് കൈലാസ് പർവ്വതാരോഹകർ വിജയകരമായി കീഴടക്കിയിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതായത് ഈ കൈലാസം മറ്റാർക്കും കീഴടക്കുവാൻ സാധിച്ചിട്ടില്ല. ഈ കൊടുമുടിയുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ രഹസ്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കുന്നതാകുന്നു. കൊടുമുടിയുടെ അടിത്തട്ടിലുള്ള തടാകത്തിന്റെയും അതിന്റെ പവിത്രതയെക്കുറിച്ചും നിരവധിയാർന്ന ഐതിഹ്യങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. മാതാ ഗിരിജയായി ആരാധിക്കപ്പെടുന്ന പാർവതി ദേവിയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് പരമശിവൻ മണിമഹേഷിനെ സൃഷ്ടിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ പ്രദേശത്ത് സംഭവിക്കുന്ന ഹിമപാതങ്ങളിലൂടെയും പരമശിവനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ചും പരാമർശിക്കപ്പെടുന്നതാകുന്നു. ചില ഐതിഹ്യങ്ങൾ അനുസരിച്ച് പരമശിവൻ മണിമഹേഷ് കൈലാസത്തിൽ വസിക്കുന്നതായാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ പർവ്വതത്തിലെ ശിവലിംഗത്തിന്റെ രൂപത്തിലുള്ള ഒരു പാറക്കൂട്ടം ഇതിന്റെ ഉദാഹരണം മാത്രമാണ്. പരമശിവന്റെ സാന്നിധ്യം തന്നെയാണ് അത്. പർവ്വതത്തിന്റെ അടിത്തട്ടിലുള്ള മഞ്ഞുപാടത്തെ പ്രദേശവാസികൾ പരമശിവന്റെ ചൗഗൻ, അതായത് കളിക്കളം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത്രമേൽ പ്രാധാന്യമുണ്ട് ഈ പർവ്വതത്തിന്. ഭഗവാനുമായി ബന്ധപ്പെട്ട് തന്നെ പരാമർശിക്കപ്പെടുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. മണിമഹേഷ് കൈലാസം ആർക്കും കീഴടക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ എവറസ്റ്റ് പോലും സ്കെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും മണിമഹേഷ് കൈലാസം ഇതേവരെ സ്കെയിൽ ചെയ്തിട്ടില്ല എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ പ്രദേശത്ത് എത്തി ഈ കൈലാസം കീഴടക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവർ എല്ലാവരും പരാജിതരായി മാറി എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. ഈ പർവ്വതത്തെക്കുറിച്ച് ഈ കൈലാസത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ കാര്യം ഏവരും മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ്. ഈ പർവ്വതത്തിന്റെ മുകളിലായി ഒരു മണി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വാസം. അത് രാവിലെ പ്രകാശമായി പരക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിരാവിലെ തന്നെ ഇത്തരത്തിൽ പ്രകാശം ചുറ്റും പടരുന്നതാകുന്നു. എന്നാൽ പലർക്കും
ഈ സൗഭാഗ്യം ലഭിക്കണം എന്നില്ല. ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ ഈ വിശ്വരൂപ ദർശനം, അതായത് ആ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആ മണി സാക്ഷാൽ ഭഗവാനാണ് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ആ പ്രകാശം ഭഗവാന്റെ വിശ്വരൂപ ദർശനമാണ് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ആ ദർശനം ലഭിക്കൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എത്ര തന്നെ ഒരു വ്യക്തി ശ്രമിച്ചാലും ഭഗവാന്റെ ആഗ്രഹപ്രകാരം മാത്രമേ ആ കാര്യങ്ങൾ സംഭവിക്കൂ. എത്ര തന്നെ പ്രതീക്ഷിച്ചാലും ഭഗവാൻ കടാക്ഷിച്ചാൽ മാത്രമേ ആ ചൈതന്യം നമുക്ക് നേരിൽ ദർശിക്കുവാൻ സാധിക്കൂ. അത്തരത്തിൽ നിത്യവും ദർശനമുണ്ട് എങ്കിൽ പോലും വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിൽ ദർശനം ലഭിക്കാറുള്ളൂ എന്നതാണ് വാസ്തവം. ഇതും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാകുന്നു. നിരവധിയാർന്ന ഭക്തർ ഭഗവാന്റെ ദർശനം പ്രതീക്ഷിച്ച് എത്തുകയും എന്നാൽ ആ ദർശനം ലഭിക്കാതെ നിരാശരായി മടങ്ങുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ ദർശനം ലഭിക്കുക എന്നത് ഭഗവാനെ നേരിൽ കാണുന്നതിന് തുല്യമാണ് എന്നാണ് വിശ്വാസം. അത്രമേൽ സവിശേഷമാർന്ന ഒരു ദർശനം തന്നെയാണ് ഇത്. ഒരു മനുഷ്യജന്മത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അഥവാ പുണ്യം എന്ന് തന്നെ പറയാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക.